ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാനുണ്ട്. ബാക്ടീരിയയുടെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതൊന്ന് നോക്കുക. അതിന് ശേഷം നമുക്ക് മെക്കാനിസം പറയാം. അപ്പോൾ ഇതിൽ കുറച്ച് ടേംസ് നിങ്ങൾ കേൾക്കും. പെപ്റ്റിഡോഗ്ലൈക്കൻ, അതുപോലെ പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻസ്, ട്രാൻസ്പെപ്റ്റിഡേസ്. ഇതൊക്കെ എന്താ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ആവുള്ളൂ. ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിൻ കവർ ചെയ്തിട്ട് സെൽ വാൾ ഉണ്ട് നമുക്കറിയാം. മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയയുടെ കേസിൽ ഈ ഒരു സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിനും ഉണ്ട്. അപ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിനാണ് നിങ്ങൾ കാണുന്നത്. ഇതൊരു പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിനാണ്. ഇത് അടുത്ത രണ്ടാമത്തെ പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിനാണ്. ഇത് മൂന്നാമത്തെ പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിനാണ്. അവ തമ്മിൽ ഇതേപോലെ ക്രോസ് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഈ ക്രോസ് ലിങ്കിങ് ആണ് അതിന് മാക്സിമം പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആ സെൽ വാള് 100% ഫങ്ഷനൽ ആവുന്ന ഈ ഒരു ക്രോസ് ലിങ്കിങ് നടക്കുമ്പോൾ ഇതിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ബാക്ടീരിയക്ക് ഹാർഷ് കണ്ടീഷനൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് പാർട്ട്, പെപ്റ്റിഡോ അതുപോലെ ഗ്ലൈക്കൻ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നതിൽ ഗ്ലൈക്കൻ ബാക്ക് ബോണാണ്. അതിൽ നിങ്ങൾക്ക് നാം, നാഗ്, അതേപോലെ വീണ്ടും നാം, നാഗ് ഇങ്ങനെ റിപ്പീറ്റിംഗ് യൂണിറ്റ് ആയിട്ട് പോകുന്നതാണ്. ഇത് N-അസറ്റൈൽ മ്യൂറാമിക് ആസിഡാണ്. നാഗ് എന്ന് പറഞ്ഞാൽ N-അസറ്റൈൽ ഗ്ലൂക്കോസാമിനാണ്. ഇതാണ് അതിൻ്റെ ഗ്ലൈക്കൻ എന്ന് പറയുന്നത്. ആ ഒരു യൂണിറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അത് തമ്മിൽ β14 ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴിയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു നാമും ഒരു നാഗും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ അൾട്ടർനേറ്റ് യൂണിറ്റ് ആണ്. പിന്നെ അതിൽ പെപ്റ്റൈഡ് ചെയിനും ഉണ്ടാവും. ഓക്കെ, അതായത് ഈ നാഗിലില്ല, നാമിൽ മാത്രം ഇതേപോലെ ഇങ്ങനെ പെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാവും. രണ്ട് അടുത്തടുത്ത് വരുന്ന ഈ ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിനിൻ്റെ പെപ്റ്റൈഡ് ചെയിനുകൾ തമ്മിലാണ് ഇതേപോലെ ക്രോസ് ലിങ്കിങ് നടക്കുന്നത്. ഈ ഒരു ക്രോസ് ലിങ്കിങ് പ്രോസസ്സ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻസ് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് പ്രസൻറ്റ് ഇൻ ബാക്ടീരിയ. ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. അത് പല ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് ബാക്ടീരിയയിൽ. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രാൻസ്പെപ്റ്റിഡേഷൻ ആയിരിക്കും. ട്രാൻസ്പെപ്റ്റിഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിൻസിൽ ഇങ്ങനെ ക്രോസ് ലിങ്കിങ് നടക്കുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്പെപ്റ്റിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പെപ്റ്റിഡേഷൻ പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻസ് എൻസൈമിനെ പറയുന്ന പേരാണ് ട്രാൻസ്പെപ്റ്റിഡേസ്. ഇനി വേറൊരു ഫംഗ്ഷനാണ് ഈ ഒരു പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീനിൻ്റെ കാർബോക്സി പെപ്റ്റിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. ആ ഒരു പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻസിനെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന പേരാണ് കാർബോക്സി പെപ്റ്റിഡേസ്. അതേപോലെ എൻഡോപെപ്റ്റിഡേഷൻ പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻസിനെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന പേരാണ് എൻഡോപെപ്റ്റിഡേസ്. ഇവിടെ നിങ്ങൾ ട്രാൻസ്പെപ്റ്റിഡേസിനെ മാത്രം ഓർത്താൽ മതി. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ ക്ലിയർ ചെയ്യുക. പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിൻ കൊണ്ടാണ് ബാക്ടീരിയയുടെ സെൽ വാൾ, സെൽ മെംബ്രെയിൻ അല്ല കേട്ടോ, സെൽ വാളാണ്, സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഓരോ പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിൻസും തമ്മിൽ ക്രോസ് ലിങ്കിങ് നടക്കും. അങ്ങനെ നടക്കുമ്പോഴാണ് 100% പ്രൊട്ടക്ഷൻ ബാക്ടീരിയക്ക് അതിൻ്റെ സെൽ വാൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ പ്രോപ്പറായിട്ട് ക്രോസ് ലിങ്കിങ് നടന്നില്ലെങ്കിൽ ആ ഒരു സെൽ വാൾ ലീക്ക് ആയിരിക്കും, പെട്ടെന്ന് ഓസ്മോസിസൊക്കെ നടക്കും, ബാക്ടീരിയ പെട്ടെന്ന് ചത്തുപോകും. ആ ഒരു ക്രോസ് ലിങ്കിങ് പ്രോസസ്സാണ് ട്രാൻസ്പെപ്റ്റിഡേഷൻ. ആ ഒരു ട്രാൻസ്പെപ്റ്റിഡേഷൻ അല്ലെങ്കിൽ ക്രോസ് ലിങ്കിങ് നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിനെ പറയുന്ന പേരാണ് ട്രാൻസ്പെപ്റ്റിഡേസ്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് മെക്കാനിസം പഠിക്കാം. ഇവിടെയുള്ള ഫിഗർ കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത്. ഇത് വളരെ സിമ്പിളാണ്. റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ആണ്. നമ്മൾ നേരത്തെ കണ്ട സ്ട്രക്ചറിനെ ഒന്നുകൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരച്ചതാണ്. നിങ്ങളിവിടെ പഠിക്കേണ്ട പാർട്ട് എന്ന് പറയുന്നത് ഇതാ. ഞാനിപ്പോൾ റൗണ്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയ, ഈ ഭാഗം മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അതിൻ്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ആണ് ഫർദർ വരുന്നത്. ഇപ്പം നിങ്ങൾ ലെഫ്റ്റ് സൈഡിലുള്ള ഹാഫ് മാത്രം നോക്കുക. ഓക്കെ, ഈ ഒരു പാർട്ട് മാത്രം നോക്കുക. റൈറ്റ് സൈഡ് ഇപ്പോൾ നോക്കണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞു നാം ആൻഡ് നാഗ് β14 ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴിയ ഈ ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിനിലുള്ള, പിന്നെ അടുത്ത നാമിയുടെ വരും, പിന്നെ നാഗ് വരും, പിന്നെ നാമ് വരും, നാഗ് വരും. ഇങ്ങനെയാണ് ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിൻ പോകുന്നത്. അതേപോലെ ഇത് രണ്ടാമത്തെ പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിൻ, നാമ് നാഗുമാണ് ആൾട്ടർനേറ്റ് ആയിട്ട് പോകുന്നത്. ഇതിൽ നാമിൽ പെൻഡാപെപ്റ്റൈഡ് സൈഡ് ചെയിൻ ഉണ്ട്, അതാണ് ഇവിടെ കാണുന്നത്. എന്നാലും നാഗിന് അങ്ങനെയുള്ള സൈഡ് ചെയിനൊന്നും ഇല്ല. ഓക്കെ, ഇനി ഇതിലുള്ള സൈഡ് ചെയിനിൽ നിങ്ങൾ ഇതേപോലെ നാമ് നാഗ് എന്ന് വരക്കുക. അതിനുശേഷം താഴോട്ട് 5 സർക്കിൾ വരച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് 3 പേര്, അതായത് അതിലേത് അമിനോ ആസിഡ്, പെപ്റ്റൈഡ് എന്ന് വെച്ചാൽ അമിനോ ആസിഡ്സ് ആണല്ലോ അതിലുണ്ടാവുക, അത് പേര് ഓർമ്മ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവസാനത്തെ 2 പേരുകൾ മറക്കരുത്. രണ്ടും ഡി അലനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ്. അലനിനാണ് അവിടെ ഉള്ളത്. അതിലുള്ള സെൻട്രലുള്ളതാണ് ലൈസിൻ എന്ന് പറയുന്നത്, എൽ ലൈസിൻ. അതും നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ആദ്യത്തെ 2
മാൻഡേറ്ററി അല്ല, പക്ഷെ നിങ്ങൾ എഴുതിയാൽ നല്ലതാണ്. അതിനുശേഷം ഈ ഒരു ലൈസിൻ നിന്ന് വീണ്ടും 5 സർക്കിൾ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഇതുപോലെ വരക്കുക. അതെല്ലാം ഗ്ലൈസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ള നാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നാഗിനും ഇതേപോലെ നാമിനൊരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ട്, അതിവിടെ വരയ്ക്കണ്ട. അതിലുള്ള പെപ്റ്റൈഡ് ചെയിനെ മാത്രം നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈസിൻ നിന്നാണ് ഈ ഒരു പെൻഡാപെപ്റ്റൈഡ് ഗ്ലൈസിൻ ബ്രിഡ്ജ് വരുന്നത്. അത് മാറിപ്പോയത്. നിങ്ങൾ ഈ ഒരു ഗ്ലൂട്ടാമിനോ അല്ലെങ്കിൽ അലനിന്നൊന്നും വരയ്ക്കാൻ പാടില്ല. ലൈസിൻ നിന്ന് എഴുതിയില്ലെങ്കിൽ ആ ഒരു സെൻട്രൽ നിന്ന് വരയ്ക്കുക. അതായത് ഇവിടെ 5 ഗ്ലൈസിൻ ഉണ്ടെന്ന് നിങ്ങളുടെ മൈൻഡിൽ വേണം. ഇവിടെ ഡി അലനിൻ മോയറ്റി, അതായത് 2 അലനിൻ അല്ലേ, അലനൈൽ അലനിൻ എന്ന് പറയും. ആ ഒരു മോയറ്റി ഉണ്ടെന്ന് വേണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്. ഇനി ഇത് അടുത്തതിൻ്റെ സെയിം സ്ട്രക്ചർ നമ്മൾ തിരിച്ചെഴുതിയതാണ്. ഇവിടെ എങ്ങനെയാണ് ക്രോസ് ലിങ്കിങ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബ്രിഡ്ജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ട്രാൻസ്പെപ്റ്റിഡേസ് എന്നുള്ള എൻസൈം അതൊരു പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻസിന് എക്സാമ്പിളാണെന്ന് പറഞ്ഞു. അതിന് ഒരു കഴിവുണ്ട്. ഡി അലനിൻ റെസിഡ്യൂവിനെ പെട്ടെന്ന് അത് ഡിറ്റക്ട് ചെയ്യും. ഇതൊരു ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമാണ് ട്രാൻസ്പെപ്റ്റിഡേസ്. അത് ഡി അലനിൻ റെസിഡ്യൂ എവിടെയാണെന്ന് നോക്കി ഇങ്ങനെ നടന്നിട്ട് കാണുമ്പോൾ, അതായത് ഈ ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിനിൽ ഉണ്ടല്ലോ നാമിൽ, അപ്പോൾ അവിടെ എത്തിയാൽ അതിൻ്റെ ഇടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യും. അതായത് ഒരു അലനിനെ ഫ്രീ ആക്കി വിടും. എന്നിട്ട് തൊട്ടടുത്തുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിനിലെ ഗ്ലൈസിനുമായിട്ട് ബാക്കിയുള്ള ആ ഒരു അലനിൻ ഉണ്ടല്ലോ, ടെർമിനൽ അലനിൻ പോയി. ഈ 4ാമത്തെ അലനിൻ ഉണ്ട്. ഇത് 5 ആണെങ്കിൽ, അതായത് 1 2 3 4 5 കൊടുക്കുകയാണെങ്കിൽ 5ാമത്തെ അലനിനെ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അത് ഫ്രീ ആക്കും. ഈ ഒരു 4ാമത്തെ അലനിനെ ഗ്ലൈസിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അതാണ് ഈ ഒരു ട്രാൻസ്പെപ്റ്റിഡേസ് എന്നുള്ള പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ എൻസൈം ചെയ്യുന്നത്. ഒന്നുകിൽ നിങ്ങൾ ട്രാൻസ്പെപ്റ്റിഡേസ് മാത്രം പറഞ്ഞാൽ മതി, അല്ലെ പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെ ബോണ്ട് ഫോം ചെയ്യുന്ന ക്രോസ് ലിങ്കിങ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ് ഇത്. നേരത്തെ വരച്ച ഇവിടെ 2 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ വരച്ച 2 പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിനുള്ള യൂണിറ്റ്സ് ആണ്. ഇവിടെ അത് തമ്മിൽ ക്രോസ് ലിങ്കിങ് നടന്നു. ഗ്ലൈസിനും അലനിനും തമ്മിലാണ് നടക്കുക. അപ്പോൾ ഇവിടെ ക്രോസ് ലിങ്കിങ് നടന്നപ്പോൾ ഇവിടെ 4 മാത്രമേ ഉള്ളൂ. 5ാമത്തെ അലനിൻ പുറത്തേക്ക് പോയി. അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണല്ലോ ഇവിടെ ഗ്ലൈസിനുമായിട്ട് അറ്റാച്ച് ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വഴിയാണ് ക്രോസ് ലിങ്കിങ് നടക്കുന്നത്. ഇതാണ് ബാക്ടീരിയയുടെ യൂഷ്വലി സെൽ വാളിൽ നടക്കുന്ന പ്രോസസ്സ്. നമ്മൾ ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് അയക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒരു ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ്, അതായത് പെൻസിലിനോ സെഫലോസ്പോറിനോ മോണോബാക്ടം കാർബപ്പീനോ ഏതാണെങ്കിലും ജനറലായിട്ട് ബീറ്റാ ലാക്ടത്തിൻ്റെ മെക്കാനിസം എന്ന് വെച്ചാൽ നിങ്ങളിവിടെ ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് എന്ന് എഴുതണ്ട്. ഇനി പെൻസിലിൻ്റെ മെക്കാനിസം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ പെൻസിലിൻ എന്ന് എഴുതണം. സെഫലോസ്പോറിനാണ് ചോദിക്കുന്നത്, സെഫലോസ്പോറിൻ എഴുതണം. ഇത് സെയിം തന്നെ ഫാർമക്കോളജിയിലും അപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് പഠിക്കുക, നല്ല ചാൻസ് ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ. അപ്പോൾ ഈ ഒരു ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി, അതിൻ്റെ സ്ട്രക്ചർ, കൺഫർമേഷൻ എന്നൊക്കെ പറയുന്നത് ഈ ഡി അലനിൻ മോയിറ്റുമായിട്ട് സിമിലറാണ്. അതുമായിട്ട് സിമിലറാണ്. ഈ ഒരു ബീറ്റാ ലാക്ടം റിംഗ് ഒക്കെ വരുമ്പോൾ ഈ ഒരു ഡി അലനിൻ്റെ സ്ട്രക്ചർ എന്താണോ അതുമായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ട്രാൻസ്പെപ്റ്റിഡേസ് എന്നുള്ള എൻസൈം തെറ്റിദ്ധരിക്കും. നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ ഈ ഒരു ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈം ആയിരിക്കും നമ്മൾ കഴിച്ച പെനിസിലിൻസ് ആണ് ഈ ഒരു ഡി അലനിൻ മൊയ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പെപ്റ്റിഡേസ് വേഗം പോയിട്ട് ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക് ആയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്താൽ അത് കോവാലൻ ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നത്. ഈ ഒരു പെനിസിലിൻസോ അല്ലെ ഈ ഒരു ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് സെഫലോസ്പോറിൻ ഏതോ ആട്ടെ അത് പിന്നെ വിടില്ല, ഈ ഒരു ട്രാൻസ്പെപ്റ്റിഡേസിനെ പിടിച്ച് അവിടെ നിർത്തും. അപ്പോൾ അങ്ങനെ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ എൻസൈംസ് ഒക്കെ ഇങ്ങനെ ആൻറ്റിബയോട്ടിക് ആയിട്ട് ഇങ്ങനെ ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ അവിടെ ക്രോസ് ലിങ്കിങ് നടക്കില്ലല്ലോ. കാരണം അത് നടക്കണമെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈം വേണ്ടേ. അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് ഉണ്ടാവില്ല, എല്ലാം ഇങ്ങനെ ആൻറ്റിബയോട്ടിക് ആയിട്ട് തെറ്റിദ്ധരിച്ച് ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഈ ഒരു ബാക്ടീരിയയുടെ സെൽ വാള് പ്രോപ്പർ ആവില്ല, 100% ക്രോസ് ലിങ്കിങ് ഒന്നും നടക്കില്ല, ലീക്കായിട്ട് മാറും, പെട്ടെന്ന് ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഞാൻ എന്താണോ പറഞ്ഞത് അത് മാത്രമേ ഇവിടെ ഉള്ളൂ. നിങ്ങളിത് വായിച്ചു നോക്കുക.